സോ ഗൈസ്, ഇപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രീ ഫയറിൽ പുതിയ ഇവൻറ്റ് വന്നിട്ടുണ്ട്. M10 M60 ഇവൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പോയിട്ട് കറക്കാം. അപ്പോൾ നമ്മുടെ എന്തായാലും 2800 ഡയമണ്ട് ഉണ്ട്. അപ്പോൾ എല്ലാം ഒരു സ്കിൻ വെച്ചെടുക്കാന്ന് വിചാരിക്കുന്നത്, M10ഉം M60യും. സോ ഗൈസ്, ഫസ്റ്റ് സ്പിന്നിൽ തന്നെ നമുക്ക് അടിച്ചിരിക്കുന്നു M10 റെഡ്. എൻ്റെ മോനെ 200 ഡയമണ്ടിൻ്റെ സ്പിന്നിന് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഓ പൊളി പൊളി പൊളി. ഓ ഗൈസ്, നൈസ്. ഇനി ഒരു M60 കൂടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പട്ടിയുടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. ലെറ്റ്സ് സീ, കുറച്ചും കൂടി കറക്കി നോക്കാം. എന്തായാലും ഒരു 200 ഡയമണ്ട് പോട്ടെ, 1000 ഡയമണ്ട് പൊട്ടിക്കുന്നതിൽ പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഇത്ര 105 ടോക്കൺ ആയിട്ടുണ്ട്. 225 വരും M60 എടുക്കാനായിട്ട്. എന്തായാലും ഒരു കുറച്ചും കൂടി കറക്കി നോക്കാം. ഒരു 800 ഡയമണ്ടിനോട് കറക്കാമെന്ന് വിചാരിക്കുന്നത് എന്തായാലും. ഓ ഗൈസ്, ഒന്നും കിട്ടുന്നില്ലല്ലോ. M10 വീണ്ടും കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇതെന്താണിത്? M10 റെഡ് M10. അപ്പോൾ നമുക്ക് ആയിട്ടുണ്ട്. എത്രയാണ്? 1200 എണ്ണത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ 2 എണ്ണം. ഇപ്പോൾ എന്തെടുക്കണം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഡബിൾ റേറ്റ് ഓഫ് ഫയർ, സിംഗിൾ റീലോഡ് സ്പീഡ്, ഡബിൾ ഡാമേജ്, ആർമർ പെനിട്രേഷൻ. ഓ പട്ടിയുടെ വേണോ M60? M60യുടെ എൻ്റെ ഒരു സ്കിൻ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് M60യുടെ ഏതൊരു സ്കിൻ എടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഏത് സ്കിൻ എടുക്കും? ഡബിൾ ഡാമേജ്, സിംഗിൾ റേഞ്ച്, ഡബിൾ റേഞ്ച്, സിംഗിൾ റേറ്റ് ഓഫ് ഫയർ, ഡബിൾ ഡാമേജ്, റേറ്റ് ഓഫ് ഫയർ, ഡബിൾ റേറ്റ് ഓഫ് ഫയർ, അക്യുറസി, ഡബിൾ റേഞ്ച്, സിംഗിൾ ഡാമേജ്. ഗൈസ്, ഇതിൽ ഏത് M60 എടുക്കേണ്ടത് ഗൈസ്? എനിക്കറിയില്ല ഏത് നല്ലതെന്നുള്ളത്. റേറ്റ് ഓഫ് ഫയർ ആണ് കുറച്ചും കൂടി നല്ലത്, പക്ഷെ ഡാമേജും ആവശ്യമുണ്ട്. എന്തെടുക്കും? ഡബിൾ ഡാമേജ്, സിംഗിൾ റേറ്റ് ഓഫ് ഫയർ എടുക്കാം എന്തായാലും. ഇപ്പോൾ ഗൈസ്, നമുക്കങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ M60 എടുത്തിട്ടുണ്ട്, M10 എടുത്തിട്ടുണ്ട്. ഒരു സ്കിൻ വേണമെങ്കിൽ ഒരു 400 ഡയമണ്ടിനോട് കറക്കാം, പക്ഷെ മതിയെന്ന് തോന്നുന്നു എനിക്ക്. സോ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ഓ, നമ്മൾ എക്യൂപ്പ് ചെയ്തില്ല അല്ലേ? ഗൺ എക്യൂപ്പ് ചെയ്തിട്ട് ഡാമേജ് കാണിക്കാം എന്തായാലും. കാരണം M60യുടെ എൻ്റെ നല്ല സ്കിന്നൊന്നും ഉണ്ടായില്ല. ഒരു ഡബിൾ ഡാമേജിൻ്റെ സ്കിൻ ഉണ്ടായില്ല എൻ്റെ കയ്യിൽ. കുഴപ്പമില്ല. M10 നമ്മുടെ M10 മാച്ച് ആണ്. നമുക്ക് എന്തായാലും ഇത് എക്യൂപ്പ് ചെയ്യാം, നോക്കി നോക്കാം. ഗൈസ്, എങ്ങനെയുണ്ട്? എത്ര ഡാമേജ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. M60 ഗൈസ്, യാ. ഗൈസ്, M60ക്ക് 36 വെച്ചിട്ടാണ് പോകുന്നത് ഡാമേജ്. കുഴപ്പമില്ല. M10 ഡാമേജ് എത്ര വേണമെന്ന് നോക്കാം. M10 റേഞ്ച് കിട്ടുന്നില്ല. 24 വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ നല്ല റേറ്റ് ഓഫ് ഫയർ ഉണ്ട് ഗൈസ്, നല്ല റേറ്റ് ഓഫ് ഫയർ ഉണ്ട്. സോ ഗൈസ് അപ്പം നമുക്ക് ഇതിൻ്റെ ഭയങ്കര രസമുണ്ട്, ഇതിൻ്റെ ശബ്ദം കേൾക്കാൻ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഫയർ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരുമാതിരി പട്ടി കുറയ്ക്കുന്ന ശബ്ദവും നൈസാണ്. ഈ സാധനം എന്തായാലും എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഓൾറെഡി നമ്മളൊരു M60യുടെ സ്കിൻ കൊടുത്തിട്ടുണ്ട്, ഒരു M10ൻ്റെ സ്കിൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡോഗിയുടെ സ്കിന്ന് നമുക്ക് ഇനി ആവശ്യമുണ്ട്. അപ്പം നമുക്ക് എന്തായാലും 1200 ഡയമണ്ട് ഉണ്ടല്ലോ, 1400 ഡയമണ്ട് ഉണ്ട്. അതിന് കറക്കാൻ എന്തായാലും ഇപ്പം എന്തോ അടിച്ചിട്ടുണ്ട് ഗായ്സ്. വീണ്ടും 2 സ്പിന്നിൽ നമുക്ക് ഡോഗ് അടിച്ചിരിക്കുകയാണ്. ഓ ഗായ്സ്, പൊളി പൊളി പൊളി. ലൈക്ക് 1 വൃത്തായിട്ടുണ്ട്. ഇതെന്തായാലും 2000 ഡയമണ്ടിനെങ്ങാണ്ട് നമുക്ക് 3 സ്കിന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് 1 വർത്ത് ഇവൻ്റ് ആയിട്ടുണ്ട് ഗൈസ്. പെട്ടെന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പറ്റുകയാണെന്നുണ്ടെങ്കിൽ കറക്കിയോ ഗൈസ്. സോ ഇറ്റ്സ് ലൈക്ക് യാ നൈസ്. ഇവിടെയാണ് നമ്മുടെ വാൾട്ടല്ല വെപ്പൺ. സോ ഗൈസ്, ഷോട്ട് ഗൺ നമുക്ക് ഗൺ സ്മിത്തിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഡോഗോ ഗൈസ്, നമുക്ക് ആട്രിബ്യൂട്ട് ഏതാ കൊടുക്കേണ്ടത്? ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ഡബിൾ ഡാമേജിൻ്റെ ആണ്. ഡബിൾ ഡാമേജ് അല്ല, സിംഗിൾ ഡാമേജ്, ഡബിൾ റേറ്റ് ഓഫ് ഫയർ.
ഇത് ഡബിൾ ഡാമേജ്, ആർമർ പെനിട്രേഷൻ. ഇത് ഡബിൾ റേറ്റ് ഓഫ് ഫയർ, റീലോഡ് സ്പീഡ്. റീലോഡ് സ്പീഡും ഇതും കുഴപ്പമില്ല, രണ്ടും തോന്നുന്ന റീലോഡ് സ്പീഡുള്ളതായിരിക്കും കുറച്ചും കൂടി രസം തോന്നുന്നത് ഉപയോഗിക്കാൻ. അട്രിബ്യൂട്ട്സ് ഡബിൾ റേറ്റ് ഓഫ് ഫയർ, സിംഗിൾ റീലോഡ് സ്പീഡ്. സോ ഗൈസ്, നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ആഗ്രഹിച്ച സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നിട്ട് 1000 ഡയമണ്ടും കൂടി ഉണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ കറക്കി കൊണ്ട് എടുക്കാം, പക്ഷെ ഇപ്പോൾ ആവശ്യമില്ലാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ 56 യൂണിവേഴ്സൽ ടോക്കൺ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത ഇവൻറ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എന്തോ ഒരു പുതിയ ഇവൻ്റൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു 16-ാം തീയതി. അപ്പോൾ ഗൈസ്, താങ്ക് യു, ബൈ.